അപ്പൊ ഗൈസ് വളരെ വിഷമമുള്ള കാര്യമാണ്. മുഞ്ചി പോകുന്ന വെച്ചാൽ ഒരു മൂഞ്ച ജീവിതമായിരിക്കും. പിന്നെ മുഞ്ചി പോയാൽ മുഞ്ചി ജീവിതം. നീ പോന്നോ ദുബൈക്ക്? ദുബൈക്ക് എയ്യാൻ പോയിട്ടാ? പോയിട്ടില്ല, അതറിയല്ലോ എനിക്ക്. മോളിലേക്ക് ചെരുപ്പ് മോളിലേക്ക് പോയ ചെരുപ്പ് മാറ്റിട്ട് ചാലഞ്ച് എന്നല്ല. അവന് ദുബായ് മോൾ കയറുമ്പോ ചെരുപ്പെല്ലാം അയച്ചിട്ട് കയറണം പറഞ്ഞു. അങ്ങനെ ചെരുപ്പെല്ലാം അയച്ചിട്ട് അങ്ങനെ ഓന്റെതറിയോ കൊറേ ആളുണ്ട്. അല്ലല്ല പിന്നൊന്ന് കേട്ടു ഞാന് ഷാദ് പറഞ്ഞിട്ട് പാല് കൊണ്ടിരുന്നില്ലല്ലോ അവന് പാട്ട കയ്യില് ഗ്ലാസ് കൊടുത്തിട്ട് ഓന് ഷോപ്പിലേക്ക് പോയല്ലോ പാല് കൊണ്ടുവരാൻ. ഓന് ഫുൾ എല്ലാ റാഗിങ്ങിലും പെട്ടി റാഗിങ് ഉണ്ട്. ഫസ്റ്റ് വന്നവർക്കെല്ലാം റാഗിങ്. സീനിയർസ് ഫോട്ടോ മുഞ്ചിന്റെ വാണ്ട അത് ജാഹിന്റെ ഫോട്ടോ പണ്ടത്തെ സ്ഥലത്തിന്റെ ഫോട്ടോ എല്ലാരും കപ്പാട്ടില് പത്ത് പറ്റിച്ച് ഞാൻ നോക്കി നീ മുഞ്ചിലൂടെ പോയത് ട്രെയിനിലിട്ടിട്ട് പോയി. വേറെ കപ്പാട്ട് എത്ര വർഷം മുമ്പ് മുഞ്ചി? ഇപ്പോൾ അങ്ക് റൂട്ടെല്ലാം കറക്റ്റ് അറിയാം. എങ്ങനെ നൈഫ് ആ റൂട്ട് മാപ്പ് ചെല്ലല്ലോ. ഒരിക്കൽ പോയ ജാഗയില് പിന്നെ ഒരിക്കൽ പഠിച്ചെങ്കിൽ മാത്രം എനിക്ക് അറിയുന്നില്ല. ഇത് എങ്ങനെ കാസർഗോഡ് ദുബൈ ഈസിയാ. ഞാൻ കൂടെ അറിയാത്ത ദുബൈയിൽ ബോർഡ് ഉണ്ട് അവിടെ എത്തിയിട്ട് ഇതിങ്ങനെ നോക്കിയെങ്ക ഇത് അതിങ്ങനെ കാണുന്നു ബോർഡ്. ടീല പോയ കൂടെ മലപ്പടി. ഇത് വാട മലപ്പടി ഞെൽക്കി മലപ്പടി വാട മായിപ്പാടി. മായിപ്പാടിയാ? പട്ല റോഡ് മലപ്പടി മായിപ്പാടി അയ്യത് എല്ലല്ലേ മുഞ്ചി. ഈ പുലി ഇറങ്ങിയതിന്റെ കഥ എങ്ങനെ? പുലി ഇറങ്ങിയത് ചെല്ലെങ്കിൽ ബംഗാൾ പുലികളാണ്. ബംഗാൾ പുലി പുലി ഇറങ്ങിയത് പുലി ഇറങ്ങിയത് ചെല്ലെങ്കിലേ പുലി മുറുക്കം ഫിലിം കണ്ട അതിനെ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ടാണ് ഇറങ്ങിയത്. പുലി പുലി ഇറങ്ങി ഞാൻ എന്താക്കൊണ്ടിരാ? പുലി ഇറങ്ങി പുലി കാട്ടിലിറങ്ങി. പുലിക്ക് ബൈക്കൊക്കെ പുലി എന്താക്കുന്നത് കാട്ടിലില്ലേ ഉള്ള ഈനെല്ലാം തിന്നുന്നു. എന്തിനല്ലോ എന്ത് ഈ പുല്ലി ചെല്ല ഈ പുലി ചെല്ലെങ്കിൽ പുല്ലി തിന്നങ്ങല്ല പുലിക്ക് പുല്ലും തിന്നും ചെല്ലും കേട്ടില്ല. അങ്ങനെ ഇല്ല പുല്ലു അല്ല പുലിക്കില്ല പൈച്ചെങ്കില്ലേ അതിലേക്ക് മീറ്റ് തന്നെ തിന്നണം. മീറ്റ് തിന്നുമ്പോക്ക് കാട്ടിലുള്ള മീറ്റ്സ് എല്ലാം തീർന്നപ്പോ എന്താക്കുന്നത് നാട്ടിലേക്ക് വരും. നാട്ടിൽ കുറെ മനുഷ്യന്മാരില്ല ചർബിയെല്ലാം വെച്ചിട്ട് അല്ല തടിയും ഇതെല്ലാം വെച്ചിട്ട്. അപ്പൊ പുലി വന്നിട്ട് അവരെ പിടിക്കുന്നു അവരെ കടിക്കുന്നു തിന്നു. അപ്പൊ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഇതിനു മുമ്പ്? പുലി വന്നിനാണ് വാടക പോയിട്ടുണ്ട് ഇങ്ങനെ കാറില് നൈറ്റ് ചുറ്റണി വാടക കണ്ടിട്ടോ പുലി. അങ്ങനെ ചെന്ന് സൈഡാക്കി ഞങ്ങൾ സെൽഫി ദുബൈക്ക് പോയിട്ട് അപ്പൊ നമ്മളെ മുഞ്ചി ദുബൈ പോവാണ്. അപ്പൊ 2 വർഷത്തിന് ശേഷം പുള്ളിക്കാരനെ കാണാൻ കിട്ടും. അപ്പൊ ബാക്കില് ഷാദില് PM, ഷബ്ന, പിന്നെ അൽത്താഫ്, നമ്മളെ സാദ് ബ്രോ എല്ലാവരും ഉണ്ട്. അവരിതാ പോകുന്നു. നമ്മൾ ബാക്കിലൂടെ അവരുടെ കൂടെ പോവാണ് ഗൈസ്. അപ്പൊ മുഞ്ചി ഡ്രൈവിംഗ് പറഞ്ഞ കോൺഫിഡൻസ് ബ്രോ. അവർ എടുത്ത നമ്മൾ ഇതെന്തിനി ഇത് സാമൻ രണ്ട തിരിക്കാനല്ല. ഇത് അങ്ങനെ വളക്ക ഇങ്ങനെ വളക്ക ഇങ്ങനെ വളക്ക അങ്ങനെ വളക്ക. That's it. So simple. ബാംഗ്ലൂർ ലൈഫ് എങ്ങനെയായിരുന്നു? ಕನ್ನಡದಲ್ಲಿ ಮಾತಾಡ ಬೆಂಗಳೂರು ಲೈಫ್ ನಾವು ಕನ್ನಡದಲ್ಲೇ ಇಲ್ವಾ? ಕನ್ನಡ ನಾಡು ಹುಟ್ಟಬೇಕು, ಕನ್ನಡ ನಾಡು ಹುಟ್ಟಬೇಕು. എന്തിനാ കണ്ണടത്തില്ല? നിന്റെ കരളു തെക്കി ಹೊರಗೆ ಹಾಗ್ಲೇ ಉಂಟು. ನಿന്റെ ಕರಳು ತೆಗ್ಗಿ ಹೊರಗೆ ಹಾಗ್ಲೇ ಉಂಟು. ബൈക്ക് എടുത്തെങ്കിൽ എനിക്ക് പാഞ്ഞിന് അതാര് പാഞ്ഞു ബൈക്കിന്ന് എടുത്ത് ഇറങ്ങിട്ട് പാഞ്ഞില്ല ബൈക്കിന്ന് പോലീസ് പിടിച്ചിട്ടാണ് മുഞ്ചിനെ പിടിച്ച് മുഞ്ചി. അപ്പൊ എന്താക്കി കന്നഡ എന്തല്ലേ? അല്ല ഞങ്ങല്ല പോലീസ് കൈ വരും.
നേരാക്കിട്ടോന്. ഗൈസ് ഇതാ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. 2 മിനിറ്റ് മുമ്പ് എത്തിയിരിക്കുകയാണ്. 2 മിനിറ്റ് മുമ്പ് ഇവൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുക. അല്ല ഇതാണ് മുൻസീർ. ഇപ്പൊ അവിടെ പോയി ഇവന് ഇന്റർനാഷണൽ ലൈസൻസ് ഒക്കെ ഉണ്ട്. അല്ല അപ്പൊ എന്തില്ലല്ലേ സാധനം ഇല്ലണ്ടാ ഈ സാധനം ഉണ്ടാ ട്രെയിൻ എത്ര മണിക്കാണ്? 3:05. നിന്റെ ടൈം ദുബായി പോവാണ്. തിരക്കില്ല ഞാൻ സെനാപ്പോ എന്തിലാ നീ? നിന്റെ കാറിൽ ഞാൻ നോക്കി അൽത്തോ എത്ര മണിക്കല്ല ഇത് ഫ്ലൈറ്റ് ട്രെയിൻ? 3:05. 3:05 എത്തി കുമ്പളെത്തി. കുമ്പളെത്തിയല്ല ടിക്കറ്റ് ട്രെയിൻ വന്നാരാ? ഷാലോ ഷാദ് പോകുന്നല്ല, സാലോ മൂഞ്ചി പോകുന്നല്ല. എല്ലാരും പോയി അയച്ചടാ.